എല്ലാ പണി ഞാൻ ഒറ്റക്ക് എടുക്കണം. എന്താ പറയാനി, മകനെ എത്തിനോട് കെട്ടിയിക്കണല്ലോ. സൂപ്പർ പണിയെടുക്കാൻ വേണ്ടിട്ട് ഓളോള് കൊടുന്നതേന്ന്. അപ്പൊ ഇതിനോളുണ്ട് മരോളാക്കി വെച്ചിക്കണോ ഓന്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഏടി ഇജോ, അനക്ക് ഈ വഴിയൊക്കെ അറിയോ? പിന്നെക്ക് ഈ വെജൊക്കെ അറിയാതെ ചെന്നിപ്പ അങ്ങനെ ഒരു വർത്താനൊക്കെ. അല്ല, കൊറേ ആയല്ലേ പന്നൊന്ന് കണ്ടിട്ട്. ഇജ് എവിടെയിന്ന്? 4 ദിവസം മുന്നേ ഞാൻ ആയിക്കൂടെ പോയപ്പോ എന്നെ കണ്ടില്ല. ഒന്നും പറയണ്ടടി, പെണ്ണ് അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഓളെ പെരയിലൊക്കെ ഒന്ന് പോയി 2 ദിവസമൊക്കെ നിന്ന്. ഓളമ്മയാണെന്നുണ്ടെങ്കി ഇങ്ങനെ വിളിക്ക, ഇങ്ങോട്ട് വരീന്നേ. അപ്പൊ ഞാനും വിചാരിച്ചിരുന്ന 2 ദിവസം ഓലെ കൂടെ അവിടെ നിക്കാന്ന്. എന്തായാലും ആ കുട്ടി നല്ലൊരു കുട്ടിയാടി. അന്റെ ഭാഗ്യാണ് അങ്ങനെ ഒന്നിനെ കിട്ടിയത്. ഇവിടെ ഉണ്ടല്ലോ ഒന്ന്, ഞാൻ ഒന്നും പറയണില്ല. അതന്നെ എല്ലാരും പറയണത്. അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടിയല്ലോ, അതന്നെ വലിയ ഭാഗ്യാണ്. സ്വഭാവമാണല്ലോ എന്റെ മരോള്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് ആ പെണ്ണൊരു പാവാണ്. ഇജ്ജ് എന്തായാലും ഇരിക്കടി. ഇരിക്കല്ലേടി, ഞാൻ ആ പീടിയൊക്കെ പോണ വഴിക്കൊന്ന് കേറിയതാണ് എന്റെ അടുത്തേക്ക്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഒന്നും പറഞ്ഞാ പറ്റൂല. ഇജ്ജ് ഇങ്ങോട്ട് വന്നിരുന്നാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അല്ലാ, എന്തൊക്കെ എന്നിട്ട് എന്റെ വർത്താനൊക്കെ? അങ്ങനെയൊക്കെയാണ് പോണു, കൊഴപ്പൊന്നുമില്ല. അല്ല, എന്താ പണക്ക് പണി? ഞാനെടി ചോറ് വെക്കുന്നു. വിറകില്ല, അപ്പൊ ഞാൻ ഗ്യാസുമാണ്ട് വെച്ചതാ. അന്റെ ഒരു എടങ്ങേറ്. ഒരു വേലക്കാരത്തിനോട് കൊടുന്ന് അതിന് എന്റെ മകനോട് കിട്ടുകയും ചെയ്ത്. പിന്നെ ഇജ്ജ് അടുക്കളയിൽ തന്നെ ആവും ചെയ്ത്. എന്നെ മാളെ, നിന്റെ അവസ്ഥ ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാ മനസ്സിലാവൂല. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഞാൻ എന്നോട് പറയണ വെച്ചിട്ട് തന്നെ ചെയ്യുന്നു. ഈ പെണ്ണിനൊക്കെ എന്തിനാ എന്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്? അതിക്കും നല്ല നല്ല പെണ്ണുങ്ങളെ കിട്ടൂലേ, നല്ല പണ്ടും മുതലൊക്കെ വാങ്ങിങ്ങാണ്ട്. ഇതിപ്പോ പെരേത്തൊരു വേലക്കാരത്തിനെ കെട്ടിക്കണിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നോട് ആരും പറയണില്ലാന്നുള്ളൂ. എന്റെ ചെവിയിലൊക്കെ ഞാനത് എത്ര കേക്കുണ്ട് വെച്ചിട്ടാ. ആകെ ഒരു വഷളത്തരം അയക്കണ എനിക്ക്. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എന്റെ മരുവോളല്ലേ. അത് എവിടെ ഇപ്പൊ തമ്പുരാട്ടി? ആ മുറിയിലായിരിക്കണ്. എപ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെയാണ്. ഏത് സമയം ഓന്റെ അടുത്തേക്കാരി എപ്പോഴും. എന്തേലും പണികൾ എടുക്കാൻ വിളിച്ചാ പിന്നെ വരൂട്ടാ. അത് പിന്നെ ആദ്യം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പഴയ പോലെ ഒന്നല്ല ഞാൻ വിളിക്കുന്നത്. നല്ല സോങ്ങിലെന്ന് ഞാൻ ഓള് വർത്താനം പറിച്ചിട്ടുള്ളൂ. കണ്ണെടുത്താ കണ്ടൂടാ പോളെ. എന്റെ പേരന്റെ ഉള്ളത്തെ വേലക്കാരത്തി ആയിരുന്നു ഓള്. ഇപ്പൊ കണ്ടില്ല എന്റെ മകന്റെ പെണ്ണുങ്ങള്. എന്റെ മകനെ ഇങ്ങോട്ട് വശീകരിച്ചിട്ടേ. സാജിയേ, സാജിയേ വിളിച്ചാലൊന്നും വരുമൊന്നുമില്ല. ഏടി അങ്ങനെ പണിയെടുത്തി നടന്നിരുന്ന പെണ്ണാണ്. എത്ര പെട്ടെന്ന് ഇപ്പൊ നിങ്ങളെ പെരന്റെ ഉള്ളത്തെ ഒരാളായി മാറിയത്. ഇപ്പൊ എല്ലാത്തൊരു കഥ തന്നെ. അനക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ തോന്നിയത് എന്റെ മകനെ കൊണ്ട് കെട്ടിക്കാന്? ഓനയിന് ഞാൻ പറഞ്ഞത് കേക്കൂലല്ലോ. നമ്മള് പറഞ്ഞത് കേൾക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്തായിപ്പോ ഇജന്നെ അടുക്കളയിൽ കയറേണ്ട ഒരവസ്ഥ ആയിപ്പോ. നാട്ടിലാണെങ്കിൽ എനിക്ക് ഇറങ്ങി നടക്കാനും വെച്ചാത്തൊരവസ്ഥ. എന്താ ഇപ്പൊ പരന്നിട്ട് എവിടെ പോണ്? ഞാൻ അന്നെ പറ്റിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. അന്നെ കണ്ടില്ലല്ലോന്ന്. ഈ ഉമ്മാനോടെ എന്തേത് പണിയവത്ത്? ഞാൻ കുറച്ച് തിരുമ്പിയൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാന്. അപ്പൊ അത് മടക്കിന്ന്. എന്നിട്ട് ഓനെവിടെ? ഇക്ക അങ്ങാടിക്ക് പോയിക്കണ്. ഓനിക്ക് അങ്ങാടിക്കൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്നുണ്ടാ? അല്ലേ, ആകെ വസന്തരത്തിലയക്കണ് എന്റെ ഉമ്മൊക്കെ അന്നെ കെട്ടിയതുകൊണ്ട്. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ലേ. ഇവിടുത്തെ വേലക്കാരത്തി ചെയ്യുന്നല്ലോ. ഇജ്ജ് നല്ല കുട്ടിയാണെന്നുള്ളത് ഇപ്പൊ ഞമ്മക്കെല്ലാം അറിയുള്ളൂ. പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. വേലക്കാരത്തി എന്നും വേലക്കാരത്തിയോളന്നെ. അട്ടനെ പിടിച്ച് മെത്തേ കുട്ടികൾക്ക് കെടുക്കൂല. അതേ അവസ്ഥ ആയിപ്പോ. നിങ്ങളവിടെ ഇരിക്കട്ടോ,
കുറച്ച് പണിയുണ്ട് അകത്ത്. ഓൾക്ക് ഞാൻ പറഞ്ഞേ പറ്റിയിട്ടില്ല. ഓൾക്ക് പണ്ട് എന്നെ പറ്റൂലായിരുന്നല്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓളൊരു മുതൽ ഇവിടുന്ന് തരുമോ? ആ ഒന്നും തരില്ലായിരുന്നു. ഇപ്പൊ ഓൾക്കിപ്പൊ ഞാൻ പറഞ്ഞോ കൂടി പറ്റിയിട്ടില്ല. ഓൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറ്റിയാ മതി. എനിക്ക് വലിയ നിർബന്ധം. ഞാൻ എല്ലാതും പറയോളെ. അതൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഇവിടെ നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൾക്ക് നിക്കാം. ഇല്ലെങ്കിൽ ഓളെ പെരേക്ക് പോവാ നല്ലത്. ഇജൊരു കാര്യം ചെയ്താളാ. എന്റെ മകനെ കൊണ്ട് എങ്ങനെങ്കിലും ഇപ്പൊ തലേന്നാണ്ട് ഒഴിവാക്കാൻ നോക്ക്. ഞാൻ ആ പറഞ്ഞ കുട്ടീനെ ഇതുവരെ ആയിട്ടും കെട്ടിച്ചിട്ടില്ല. ഓൾക്ക് പിന്നെ രണ്ടാം കെട്ടാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവൂലേ. കാരണം നല്ലൊരു ചെക്കനാണല്ലോ. പണ്ട് മുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടും ചെയ്യും. ഇപ്പൊ കണ്ട് ഒഴിവാക്കാൻ നല്ലത്. അണക്കാണെന്നുണ്ടെങ്കിൽ നാട്ടിലൊന്ന് ഇറങ്ങി നടക്കാനെങ്കിലും പറ്റും. ഞാനത് ആലോചിക്കണ്ടടി, എങ്ങനെയെങ്കിലും ഈ കുരിപ്പിനൊന്ന് ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന്. അല്ലാതെ എനിക്കൊരു മനസമാധാനം ഉണ്ടാവൂല. ഇന്റെ കുട്ടീനെ കെട്ടിച്ച പെരെ നോക്ക് ഇങ്ങോട്ട് വരാനുള്ളതല്ലേ. അപ്പൊ ആങ്ങളെ വേലക്കാരത്തിനെ കെട്ടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പെരയിലുള്ള അവസ്ഥ എന്തേക്കാരം. ഇപ്പൊ തന്നെ എല്ലാരും കളിയാക്കുണ്ടാവും. ഇജ്ജ് പറഞ്ഞ പോലെ നാട്ടുകാരൊക്കെ കളിയാക്കി ചിരിക്കേക്കാരം. എന്നോട് പറഞ്ഞില്ലാന്നല്ലേ ഉള്ളൂ. ഇജ്ജിപ്പൊ പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാം, എല്ലാരും ചിരിച്ച് കളിയാക്കാണ്. അതേ അവസ്ഥ തന്നെ എന്റെ കുട്ടിയുടേതും. നല്ലപോലെ നിക്കണ ഒരു പെരയാണ് ഓളതേ. എങ്ങനെങ്കിലും ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് വേണം എന്റെ മകനെ കൊണ്ട് നല്ലൊരു പെണ്ണിനെ കെട്ടിക്കാൻ. അതന്നെ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങാണ്ട് ഞാണ്ട് ഒഴിവാക്കാൻ നോക്ക്. ഇമ്മാതിരി സാധനത്തിനൊന്നും നമ്മളെ പെരന്റെ ഉള്ളിൽ പൊറപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ എന്റെ മരുവോളെ എന്റെ മരുവോളൊക്കെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രയോ നല്ലത് എന്റെ മരുവോളാണ്. ഇപ്പൊ ഞാൻ 2 ദിവസം ഞാൻ ഓളെ പെരയിലേന്ന് നിന്നീനത്. എന്തൊരു സൽക്കാരം ഇതെന്ന് അറിയോ ഓളമ്മക്കെന്നെ. ഇത് നിങ്ങക്ക് ഒന്ന് പോയി വരാനും കൂടി പറ്റും ആ പെരന്റെ ഉള്ളില്. ഒരു വെജാത്തൊരു തള്ളിയുണ്ട്, ഒരു ഓലപ്പെരയുണ്ട്. അതല്ല ഇപ്പൊ ഓളെ പെര. അവളമ്മാക്ക് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓള് 4 കരയില് പണികളെടുക്കാൻ നടക്കുവായിന്ന. ഇജ്ജ് എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടാണ്ട് ഒഴിവാക്കാൻ നോക്ക്. ഞാൻ എന്നാലേ ആണ് പോട്ടെ. മക്കളെ ഒറ്റക്കുള്ള അവിടെ. ആടി ഇന്ന് ആയിക്കോട്ടെ എന്ന് വെച്ച് ചെല്ല്. ഒരു തുള്ളി വെള്ളം കൂടി എനിക്ക് ഉണ്ടാക്കി തന്നില്ല ഈ വർത്താനത്തിന്റെ ഇടയിൽ. എന്നായിക്കോട്ടെ, എന്നാലും ഞാൻ പിന്നെ വരണ്ട്. എന്നാ ശരി. ഈ ചോറ് വെന്തിക്കണോള് പിന്നെ മണിയാറുടെ ഉള്ളിക്ക് പോയി. എന്റെ ഇരുത്തം ഞാൻ കാണിച്ചു തരാം. അല്ല ഇജ്ജ് എന്താ ഇവിടെ അന്ന് നിക്കണത്? ഞാൻ വെറുതെ നിന്നമ്മ. പൂങ്കണ്ണീര് ഒലിപ്പിക്കായിരുന്നില്ല ഇവിടെ നിന്നിട്ട്. ആ ചോറ് അതെ വെന്ത് പായസം ആവാരായിരിക്കും. ഇനി എന്റെ പെരേന്ന് ആരെങ്കിലും വന്നിട്ട് ആ ഊറ്റി വെക്കുവോ? ഞാൻ ഊറ്റിക്കോളാം. ഞാൻ പറഞ്ഞാൽ മാത്രം എനിക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇജ് ആദ്യം എങ്ങനെയായിരുന്നത് ഇവിടെ? ഇവിടെ വന്നിട്ട് പണികളൊക്കെ എടുത്തിരുന്ന ഒരു പെണ്ണല്ലേ. ഇപ്പൊ പൈസ ഒന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് ഈ കാരല്ലേ അല്ലെ. പിന്നെ എന്റെ മകന്റെ പെണ്ണുങ്ങളും ആയില്ലേ. നാനുണ്ടടി എന്റെ മകനെ വശീകരിച്ചിങ്ങാണ്ട് കല്യാണം കേൾക്കാന്. ഇപ്പൊ കണ്ടീലെ ജോളൊക്കെ വന്നിട്ട് ഇന്നെ കളിയാക്കിങ്ങാണ്ട് പോയത്. ഇത് വൈകാതെ എന്റെ പെരേക്കന്നെ പോണ്ടി വരും. ഇവിടെ അങ്ങനെ നിക്കാന്നുള്ള ആ പൂതി ഉണ്ടല്ലോ, ഞാൻ മാറ്റി വെച്ചാളാ. ആൾക്കാരുടെ ഇടയ്ക്കൊന്നും ഇറങ്ങി നടക്കാനുള്ളതാണ്. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വേലക്കാരത്തി എന്നും വേലക്കാരത്തി തന്നെയായി. ഇജ്ജ് ഇന്ന് മരുവോളായിട്ട് ഞാൻ ഒരു കാലത്തും ഞാൻ എന്നെ അംഗീകരിക്കൂല. മര്യാദക്ക് പോയിട്ട് ചോറ് ഊറ്റാൻ നോക്ക്. ഇവിടെ നിക്കാന്
എന്റെ പേരേക്ക് പോവാ. എത്ര വെച്ചിട്ട് സഹിച്ചിങ്ങനെ നിക്ക. ഉമ്മാനോട് വിളിച്ച് പറയണ എല്ലാ കാര്യങ്ങളും. ഒന്നും പറയാതിരുന്നിട്ട് ഇപ്പൊ എന്താ. അലജ്ജ കൊടുക്ക തുണി കുപ്പായെടുത്തങ്ങാണ്ട് അങ്ങണ്ട് മിഷേനിലിടാനോ? കഴിഞ്ഞ മാസം തന്നെ ഈ മിഷേനിലൊക്കെ ഇട്ട് തിരുമ്പിട്ട് എത്ര കറണ്ട് ബില്ല് വന്നിട്ടുള്ളത് നമുക്ക് അറിയോ? അതൊക്കെ എന്തിനാ വെച്ചറിയണില്ലേ? എന്റെ മകൻ ഉണ്ടല്ലോ അടക്കാന്. മിഷേനില് തിരുമ്പൊന്നും വേണ്ട. ഇത് ഇത്രയും കാലം എവിടെ തിരുമ്പിയത്? അവിടെ തന്നെ തിരുമ്പിയാ മതി. കല്ലുമ്മ ചെല്ലി കൊച്ചമ്മ ചാമീനോട്. പറയിപ്പിക്കണ്ട. മകണ്ട് കെട്ടിയതിന്റെ ശേഷം കല്ലുമ്മ തിരുമ്പാൻ വെച്ച മിഷീനിൽ ഇട്ടിട്ട് തന്നെ തിരുമ്പണം. എന്തൊക്കെ ഒരു പൂതിയോളാണ് ഓളേന്നല്ലേ. എന്നെക്കൊണ്ട് ഞാൻ ഇല്ലേലും ഞാൻ ഇട്ട് ചെയ്യിപ്പിക്കാടി. എവിടെ നിക്കാന്? അല്ലമ്മ, ഒന്നല്ലമ്മ, ഞാനാണ്ട് വരികയാണ്. ഓലൊന്നുമില്ല, ഞാൻ ഒറ്റക്കാ വരുന്നത്. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ നിക്കാൻ വയ്യമ്മ. ഇവിടുത്തെ ഉമ്മ എന്നെയൊക്കെ ഒരു സ്വയം തരുന്നില്ല. വേലക്കാരത്തി തരുന്നില്ല ഇവിടുത്തേന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇന്ന വേലക്കാരത്തി ആയിട്ട് എന്നെ കാണുന്നത്. ഞാൻ അന്നേ ഇക്കാനോട് പറഞ്ഞതാ ഈ കല്യാണം വേണ്ടത് ശരിയാവൂല. അന്നിക്ക പറഞ്ഞ കേക്കാതെ ഇപ്പൊക്കെ ഒരു സ്വസ്ഥത തരുന്നില്ല അമ്മ. ഞാനാണ്ട് വരും തന്നെയാണ്. ഇക്ക അങ്ങോട്ട് വരട്ടേച്ചിട്ട് നിക്ക. ഞാന് ഇക്കാനോട് വേണം പറഞ്ഞിട്ട് വേണം പോരാന്. ഇവിടെ എല്ലാരും ഇടയിൽ വെച്ചിട്ട് ഇന്നെ ആകെ വഷളാക്ക. ഞാൻ എന്ത് ചെയ്താലും അതിനൊക്കെ കുറ്റം കണ്ടുപിടിക്ക. ഇന്നെപ്പോഴാ പഴയ വേലക്കാരത്തിയായിട്ട് എന്നെ ഇവര് കാണുന്നത്? ഞാണ്ട് വരാം. ശരി, എന്റെ ഉമ്മാന്റെ പിന്നാലെ നിന്നാ മതി. ഇവിടെ നിക്കണ്ട അമ്മ. അല്ലെങ്കിൽ ഇങ്ങനത്തെ പെരേക്കൊക്കെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുമ്പോ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവൂല. നമ്മളിന്നും പാവങ്ങളല്ലേ. പാവങ്ങൾക്ക് പാവങ്ങൾ തന്നെ നല്ലേ ഉമ്മ. ശരി എന്നാ. കഴിഞ്ഞിട്ട് എന്റെ ഫോൺ വിളി കഴിഞ്ഞ എന്റെ കുറ്റം പറച്ചില്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇജാരും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കേക്കുണ്ടടി. അനക്ക് ഇവിടെ നിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇജ് എന്റെ പെരേക്ക് പോയിക്കോ. ഞാൻ അത്രല്ല എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇന്റെ മകന്റെ പെണ്ണുങ്ങളായിട്ട് ഇവിടെ അങ്ങനെ നിക്കണ്ട, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ പണികളൊക്കെ പിന്നെ ആര് ചെയ്യൂച്ചിട്ടാ? ഇജ് മരുവോളയക്കണ് വിചാരിച്ചിട്ട് ഈ മുറി തന്നെ അങ്ങനെ ഇരിക്കണം എന്നുണ്ടോ? പെരന്റെ ഉള്ളത്തെ പണികൾ എടുക്കൊന്നും വേണ്ടേ? ഇങ്ങനെ അന്റെ അമ്മ ഓതി തന്നിട്ടുണ്ടാവുമല്ലോ. ഇജിപ്പോ ഒരു പെരന്റെ ഉള്ളത്തെ മരുവോളയക്കണ്, ഇനി അവിടെ വല്ലാതെ പണിയെടുക്കണ്ടാന്ന്, പൈസ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവല്ലോ എന്റെ അമ്മ. എന്റെ ഉമ്മാനെ പറയരുത് നിങ്ങള്. നിങ്ങൾ ഇന്നെ പറഞ്ഞില്ല, ഞാൻ സഹിച്ചോളാം. പെരയിലിരിക്കണേന് പറയാൻ നിക്കണ്ട. പറഞ്ഞ എന്താടി ചെയ്യ? എന്റെ അമ്മാനെ ഞാൻ ഇനിയും പറയും. എന്റെ അമ്മ എന്നെ വളർത്തി മോശാക്കിയതാണ്. ആണുങ്ങളെ മയക്കിയെടുക്കാന് അന്നെ കഴിച്ചിട്ടേ വേറെ ആരും ഉള്ളൂ.
അന്റെ അമ്മ അങ്ങനൊക്കെ തന്നെ ഇക്കാരം. ഓ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഇരുന്ന് മോങ്ങിക്കോളും. പിന്നെ ഞാൻ ഒന്നും പറയൊന്നുമില്ലല്ലോ. ഇത് നേരത്തെ ഇതിനൊക്കെ തലയിലെടുത്ത് വെക്കാൻ തോന്നിയത്. ഞാൻ അവിടെ നിക്കൂലാൻ പോവുകയാണ്. ആരും വേണ്ട. അല്ല ഈ എവിടുക്ക ബാഗൊക്കെ എത്തി? ആ ഞാൻ നിങ്ങക്ക് വിളിക്കാൻ വേണ്ടി നിക്കേന്ന്. ഞാൻ എന്റെ പെരേക്ക് പോവാ. പെരേക്കോ? എന്നോട് പറയാതെ എന്താ പറ്റി? ഒന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് വരൂല. പിന്നെ ഞാൻ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇന്റെ ഒരു കുട്ടി ഡ്രസ്സ് മാത്രം എടുത്തിട്ടുള്ളൂ. ബാക്കി നിങ്ങളെ അമ്മാനോട് എന്താ ചെയ്യാൻ പറഞ്ഞാല് ഇന്ന് അന്വേഷിച്ചിട്ട് ഞാൻ വരരുത്. ഇക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. നിങ്ങളമ്മ ഈ ചെയ്തു കൂട്ടണമൊക്കെ നിങ്ങൾ കണ്ടുകാണ്ട് നിക്കണ്ടല്ലോ. ഒക്കെ സഹിച്ച് ഞാൻ നിക്കണം. ശരി, ഞാൻ ആദ്യം ഇവിടുത്തെ വേലക്കാരത്തി തന്നെയായിരുന്നു. ഇപ്പൊ ഞങ്ങളെ ഭാര്യയാണ്. ആ ബോധം പോലും നിങ്ങളെ അമ്മക്കില്ല. എനിക്ക് പിന്നെ വേറെ ആണുങ്ങളെ വശീകരിക്കാനൊക്കെ അറിയണത് കൊണ്ട് വേറെ കല്യാണമൊക്കെ ഉണ്ടാവും. നിങ്ങളിവിടെ നിന്നോളി, നിങ്ങൾക്കും ഉണ്ടാവും കല്യാണമൊക്കെ. നിങ്ങളമ്മ ജമീൽ താത്താനോട് പറഞ്ഞ് ഞാൻ കേട്ടതാണ്. 30 പവന്റെ പണ്ടും 2 ലക്ഷം ഉറുപ്പിയും തരാന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു പെൺകുട്ടി ഉണ്ട്. കെട്ടിക്കോളി, നിങ്ങളമ്മക്ക് മുതലല്ലേ വേണ്ട. എന്തൊക്കെയാ ഇവിടെ നടക്കണത്? എന്തൊക്കെ ഇവിടെ ഉണ്ടായി നിങ്ങൾ അമ്മാനോട് ചോദിച്ചു നോക്കി. എന്തായാലും ഞാൻ കാരണം നിങ്ങളും ഉമ്മയും മകനും കൂടി തെറ്റണ്ട. ഞാൻ എന്റെ പെരേക്ക് പോയിക്കോളാം. ഇന്ന് അന്വേഷിച്ചിട്ട് ഇനി വരണ്ട, അത്ര തന്നെ. ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അതല്ലേ ഞാൻ എന്റെ കൂടെ തന്നെ ജീവിക്കുള്ളൂ. വേണ്ട, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള വേജാറാണ്. അതുകൊണ്ട് ഇന്നെ വെറുതെ വിട്ടാൽ നിങ്ങൾ എന്റെ പിന്നാലെ വരണ്ട. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഇമ്മാക്കുള്ള മറുപടി ഞാൻ ഇപ്പൊ തന്നെ ഞാൻ കൊടുത്തോളാം. ഞാൻ എന്റെ കൂടെ ജീവിക്കുള്ളൂ. സാധനം ഇല്ല ഈ പെരന്റെ ഉള്ളില്. ഓളെ കെട്ടിയതിന്റെ ശേഷമാണ് ഒരു മുതൽ ഈ പെരന്റെ ഉള്ളിക്ക് കൊണ്ടൊന്നുമില്ല. എടുത്തച്ച സാധനങ്ങളൊക്കെ ഓളെടുത്തിക്കണം. ആ അന്നെ കാത്തിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും നേരം നിന്നീന്നത്. ഈ പെരന്റെ ഉള്ളിക്ക് ഒരു സാധനം കൊണ്ടുണ്ടോ? അന്റെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഉള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് കേച്ചിക്കണ്. ഇല്ലാത്ത എനിക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞിട്ട് വേണല്ലോ എല്ലാതും കൊണ്ടാന്. എന്ത് ഓൾക്ക് അറിയില്ല ഇവിടെ ഒന്നും ഇല്ലാന്നുള്ളത്? ഇനി എന്തായാലും ഓളൊന്നും എടുക്കാൻ വരൂല. ഓളോളെ പെരേക്ക് പോവാണ്. ഹേ സമാധാനം, പോയാ മതി ഓള് ഇവിടുന്ന്. ഈ കാലാകാലം അവിടെ നിന്നോട്ടെ, ഇനി ഇങ്ങോട്ട് വരണ്ട. ഇക്ക് വെച്ച ആൾക്കാരുടെ ഇടയിൽ വഷളാവാൻ. ഇപ്പൊ തന്നെ നാട്ടുകാരൊക്കെ എന്തെല്ലാം പറഞ്ഞ് നടക്കണ്ടെന്ന് അറിയോ? ആ വേലക്കാരത്തിന്റെ മകൻക്ക് കെട്ടാൻ കിട്ടിയുള്ളൂന്ന്. ഇക്ക് വെച്ച ആ നാണക്കേട് സഹിക്കാന്. ഇതൊക്കെ നിങ്ങളെ മകള് കാരണം ഉണ്ടായതാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്തോള് കാരണം? ഓൾക്ക് നല്ല സുഖത്തിലോള് കഴിയണത്. ആ ഓള് സുഖത്തിലേ കാര്യം കണ്ണി കണ്ട ആളിന്റെ കൂടെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ട് മനുഷ്യന്മാർക്ക് പെണ്ണും കിട്ടാതെ. ആ അന്ന് അങ്ങനെ ഒന്ന് പറ്റീന്ന് വിചാരിച്ചിട്ട് എന്താ അനക്ക് വേറെ പെണ്ണൊന്നും കിട്ടൂലല്ലോ. അന്ന് കിട്ടില്ല വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ അനക്ക് പെണ്ണിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണ കാര്യ. നേരെ ആവുന്ന കാലത്ത് നേരെ ആയാ മതിയല്ലോ. എന്തത്ര ധൃതി വന്നിട്ടാനി? അത് ഞാൻ ഓളെ കെട്ടിയതുകൊണ്ടല്ലേ നിങ്ങൾ ഈ പറയണത്. എനിക്ക് വേറെ എവിടുന്നെങ്കിലും പെണ്ണ് കിട്ടുമായിരുന്നോ? നിങ്ങളും മകളും കാരണം ഇനി ഞാൻ ഓളെ പിന്നാലെ ഞാൻ പോവാണ്. ഓളെ പെരേല് ഞാൻ അവിടെ നിക്കുള്ളൂ. ഇജ് പോവയോളെ പിന്നാലെ? എവിടക്ക്? എവിടക്കെങ്കിലും. അനക്ക് നാളെ ഉണ്ടോളെ പെരയിലൊക്കെ പോയി നിക്കാനി? ആ ഒരു ചെറ്റ കുടിയിലാണ് ഓലപ്പെര. അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് ഓൻ അതിന്റെ ഉള്ളിക്ക് പോവാ അത്രയ്ക്ക് നാണക്കേട് ഉണ്ടാക്കാൻ. ഓ ഞാൻ ഓളെ പിന്നാലെ പോണേനുള്ളു പ്രശ്നം. അത് ഞാൻ കെട്ടിയ പെണ്ണ. നിങ്ങളെ മകള് കാട്ടിയ എന്താ? കണ്ണി കണ്ട ആളിന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ നാണക്കേടില്ല. ഞങ്ങൾക്കും വേണം നല്ലപോലെ ജീവിക്കാൻ. നിങ്ങൾ എന്താച്ച കാട്ടൂടി? നിങ്ങളെ മകളോട് ഇങ്ങോട്ട് വരാൻ പറയും എല്ലാ പണിയെടുക്കാന്. നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളത്തെ ചെലവൊക്കെ പിന്നെ ആരാ നോക്കുക? വെള്ളമൊക്കെ കുറഞ്ഞ് ഓളെ പെരയിൽ കൊണ്ടുകൊടുക്കും. ഓൾക്ക് നല്ല സുഖാവും ചെയ്യും. പോണ്ടിട്ടെങ്കിലേ ഞാനാണെന്നുണ്ടെങ്കിൽ ഓളോടുള്ള ഈറൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയണുണ്ട്. നൈസായിട്ടാണ്ട് ഒഴിവാക്കിയാൽ മതിയായിരുന്നു ഇതിന്റെ ഉള്ളിന്ന്. ഓല് തമ്മിൽ തെറ്റിച്ചെങ്ങാണ്ട്. ഇതിപ്പോ
പെരപ്പുറത്ത് ഈ സകല കാര്യങ്ങളും ഇനിയിപ്പൊ ഞാൻ നോക്കേണ്ടി വരും. എന്റെ പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാ ഞാൻ ഇതിന്റെ ഉള്ളിൽ ചെയ്യാ? ഓളാണെന്നുണ്ടെങ്കിൽ ഒരു പണി എടുക്കൂല്ല. ഇവള് പിന്നെ പണിയിൽ എന്തെങ്കിലും എടുത്തീന്. പൊക്ക ഇനിയിപ്പൊ എന്റെ തലയിൽ തന്നെ ആവുന്ന ലക്ഷണം കാണുന്നത്. ഇപ്പൊ കാണും.